ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബ്രില്യൻ ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന PSCയുടെ പ്രിലിമിനറി എക്സാമിനെ മുൻനിർത്തി കറണ്ട് അഫയേഴ്സിലെ മുഴുവൻ മാർക്കും നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരുന്നു. ഇന്ന് മോക്ക് ടെസ്റ്റിൻ്റെ ഡേ 5 വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പേപ്പറിലോ ബുക്കിലോ ചെയ്ത് പരിശീലിക്കുക. അതുപോലെ തെറ്റുന്ന ചോദ്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക ബില്ലുകൾക്ക് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്ന്? ആൻസർ 2020 സെപ്റ്റംബർ 27. 2019 ഫെബ്രുവരിയിൽ പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് വ്യോമസേന നൽകിയ കോഡ് നെയിം? ആൻസർ ഓപ്പറേഷൻ ബന്ദർ. സ്വച്ഛ് സർവേക്ഷൺ 2020 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം? ആൻസർ ഇൻഡോർ. പത്മശ്രീ നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ? ആൻസർ നർത്തകി നടരാജ്. 2019 ദ്രോണാചാര്യ പുരസ്കാരം നേടിയ മലയാളി? ആൻസർ യു വിമൽകുമാർ. ഇന്ത്യയുടെ പുതിയ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി നിയമിതനായത്? ആൻസർ ഗിരീഷ് ചന്ദ്ര മുർമു. ഫിഷറീസ് വകുപ്പ് കേരളത്തിൽ ആരംഭിച്ച ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ്? ആൻസർ പ്രതീക്ഷ, വിഴിഞ്ഞത്ത് നിലവിൽ വന്നു. രണ്ടാമത്തെ മറൈൻ ആംബുലൻസ് ആണ് പ്രത്യാശ, മൂന്നാമത്തേത് കാരുണ്യ. 2019 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ? ആൻസർ സർവീസസ്. 2018 വിജയികൾ കേരളമാണ്. സ്വന്തം പേരിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിലവിൽ വരുന്ന ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ താരം? ആൻസർ ബൈച്ചുങ് ഭൂട്ടിയ. കേരളത്തിൽ ഉറൂബ് മ്യൂസിയം നിലവിൽ വന്നത് എവിടെ? ആൻസർ കോഴിക്കോട്. ISRO വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം? ആൻസർ കലാം സാറ്റ്. ഇതിൻ്റെ ഭാരം 1.26 കിലോഗ്രാമാണ്. അതുപോലെ ഇതിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ്? PSLV C-44. ഒഴുകുന്ന മ്യൂസിയമാകുന്ന ഇന്ത്യയുടെ മുൻ വിമാനവാഹിനി കപ്പൽ? ആൻസർ INS വിരാട്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ചെസ് താരം? ആൻസർ ഡി ഗുകേഷ്. വിവാഹത്തിന് മുൻപ് HIV പരിശോധന നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? ആൻസർ ഗോവ. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്ന്? ആൻസർ 2019 ജൂലൈ 22. വിക്ഷേപണ വാഹനം GSLV MK3 M1. ഇതിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്? ആൻസർ ഇളയരാജ. ഇന്ത്യയിലാദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ട്രെയിൻ? ആൻസർ ഡൽഹി ലക്നൗ തേജസ് എക്സ്പ്രസ്. എത്ര മില്ലിമീറ്ററിൽ കൂടുതൽ മഴയുണ്ടാകുമ്പോഴാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നത്? ആൻസർ 204. 2019 കേന്ദ്രമന്ത്രിസഭയിൽ പുതുതായി രൂപീകരിച്ച വകുപ്പ്? ആൻസർ ജൽശക്തി. കേരളത്തിലാദ്യമായി മഹാത്മാഗാന്ധി മ്യൂസിയം നിലവിൽ വന്ന ജില്ല?
ആൻസർ ആലപ്പുഴ. ഇന്ത്യയിലെ ആദ്യ ദിനോസർ മ്യൂസിയം ആൻഡ് ഫോസിൽ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം? ആൻസർ ഗുജറാത്ത്. 17ാം ലോകസഭയുടെ സ്പീക്കർ? ആൻസർ ഓം ബിർള. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെ പുതിയ പേര്? ആൻസർ വിദ്യാഭ്യാസ മന്ത്രാലയം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കരട് രേഖ തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ? ആൻസർ ഡോക്ടർ കെ കസ്തൂരിരംഗൻ. വൺ അറേഞ്ച്ഡ് മർഡർ എന്ന നോവലിൻ്റെ രചയിതാവ്? ആൻസർ ചേതൻ ഭഗത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്